എൻ്റെ പേര് ആൻ എന്നാണ്. എനിക്ക് 2011 എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ മുതൽ എനിക്കൊരു ഓട്ടോഇമ്മ്യൂൺ റാഷ് എന്ന് പറഞ്ഞ് അവർ ഡയഗ്നോസ് ചെയ്തു. ഞാൻ അമേരിക്കയിലുള്ള ഹ്യൂസ്റ്റണിൽ നിന്നാണ് വരുന്നത്. സോ അന്ന് പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി എന്ന് വെച്ചാൽ അലർജിസ്റ്റ്, ഇമ്മ്യൂണോളജിസ്റ്റ്, ഡെർമറ്റോളജിസ്റ്റ്, അങ്ങനെ പലരുടെ അടുത്ത് പോയിട്ടും അവർക്ക് ഇതിൻ്റെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് എൻ്റെ മോൾക്ക് 13 വയസ്സായി. ഓൾമോസ്റ്റ് 12 വർഷമായിട്ട് ഞാനൊരു മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിന് മെഡിസിനകത്ത് സ്റ്റെറോയിഡ്സ് ഉണ്ട്, 5 or 6 മെഡിക്കേഷൻസും എല്ലാ ദിവസവും കഴിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് ഈ 2022 ഡിസംബർ മുതൽ എൻ്റെ രണ്ട് ഹിപ്പിനും ഭയങ്കര വേദനയായിട്ട് MRI എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു എൻ്റെ 2 ഹിപ്പിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറവാണ്. സോ ഇവൻച്വലി എനിക്ക് ചിലപ്പം സർജറീസൊക്കെ വേണ്ടി വരുമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ 13 വർഷമായിട്ടും പല പ്രാർത്ഥനകളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും ഫലവത്തായില്ല. അപ്പം ഹിപ്പിൻ്റെ കാര്യം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഫെബ്രുവരിയിൽ. ഹിപ്പിൻ്റെ വേദന വന്ന ഡിസംബർ മുതൽ എനിക്ക് ഒട്ടും നടക്കാൻ പോലും മേല. നടക്കാമെന്ന് വെച്ചാൽ ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു ഹെൽപ്പില്ലാതെ ഭിത്തിയെ പിടിച്ചൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഡ്രൈവ് ചെയ്യാൻ മേല, ഒരു കാര്യവും നടക്കുകയില്ല. ഒന്നും ഓടി നടക്കുന്ന പ്രായത്തിൽ ഞാൻ ശരിക്കും കസേര അല്ലെങ്കിൽ ബെഡിൽ ഇരിക്കേണ്ട അവസ്ഥയായി. എൻ്റെ ഈ സങ്കടം കാരണം മമ്മി ഇവിടെ വന്ന ഉടമ്പടി ഫെബ്രുവരിയിൽ കഴിഞ്ഞ വർഷം ഇവിടെ എടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അലർജിയുടെ ഓട്ടോഇമ്മ്യൂണിൻ്റെ ഡോക്ടറോട് അടുത്ത അപ്പോയിൻമെൻറ്റ് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു നമുക്ക് ഈ മെഡിസിൻസ് ഒന്ന് കുറച്ച് നോക്കാം ആദ്യമേ, എന്നിട്ട് അത് ബെറ്റർ ആകുവാണെങ്കിൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഈ 13 വർഷത്തിന് പല പ്രാവശ്യം ചെയ്തെങ്കിലും ഒരിക്കലും മെഡിസിൻസ് ഇല്ലാതൊരു അവസ്ഥ എനിക്കില്ല. മെഡിസിൻസ് ഇല്ലാതെ എനിക്ക് പറ്റിയല്ല. അപ്പം മമ്മി ഫെബ്രുവരി ഇവിടെ ഉടമ്പടി എടുത്തു. അടുത്ത അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ മാർച്ച് ഏപ്രിലായിരുന്നു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് മെഡിസിൻ എടുക്കാതെ ഒരു ശ്രമം ഒന്നും കൂടെ നടത്തി. പിന്നെ അന്ന് മുതൽ ഞാൻ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി കൊണ്ടുള്ള ഒരു ശക്തി കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 13 വർഷമായിട്ട് നടക്കാത്തൊരു കാര്യം ഒൺലി തിങ് ഞാൻ ഡിഫറൻറ്റ് ചെയ്തത് മമ്മി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തതാണ്. പ്രൈസ് ദ ലോർഡ്. അത് കഴിഞ്ഞ് എൻ്റെ ഹിപ്പിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒട്ടും നടക്കാൻ മേലാതൊക്കെ ആയിരുന്നു. ഉടമ്പടിയുടെ ഫലമായിട്ട് ഐ ബിലീവ് എന്നെ ദൈവം കാത്തു രക്ഷിച്ചു. മാതാവ് എന്നെ ഇത്രത്തോളം എത്തിച്ചു. കാരണം എനിക്ക് നടക്കാൻ മേലാതെ വന്നു. ഓരോ ദിവസവും ഞാൻ ഇമ്പ്രൂവ്ഡ് ആയി. അത് എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഒരാഴ്ചയിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും സഹായത്തിന് വരും. അവരെയൊന്നും ഞങ്ങൾ വെറുതെ വിടുകയില്ല. അവരുടെ കൈ അയച്ച് ഞങ്ങൾ സഹായിക്കും. ഞങ്ങളെല്ലാം പിന്നെ അടുത്തുള്ള കിടപ്പുരോഗിയുടെയൊക്കെ വീടുകളിൽ പോയി ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. എല്ലാ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കും. ദിവസവും ബൈബിള് വായിക്കും. കൊന്തയല്ലാതെ ഞങ്ങൾ കിടക്കത്തില്ല. രാവിലെ ഞാനും ഹസ്ബൻഡും തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പോൾ ഇവരിവിടെ വന്നതാണ്. ഞങ്ങളെന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും.